ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കുറച്ച് പഴമാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അടുത്തുള്ളൊരു ചേട്ടൻ തന്നതാണ്. വീടിൻ്റെ അടുത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ അമ്പലത്തിൽ ഉള്ള മാവാണ്. അപ്പോൾ രാവിലെ പോയിട്ട് ആ ചേട്ടൻ പിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടു തന്നാണ്. അപ്പോൾ ഇതെന്തായാലും കഴിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഇച്ചിരി പുളി മധുരവും കൂടെ ഒക്കെ ഉള്ളൊരു മാങ്ങയുണ്ടത്. വലിയ കഴിക്കാൻ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. പുളിശ്ശേരി ആകുമ്പോൾ നമ്മൾ ഇതിൽ മധുരവും കൂടി ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രണ്ടെണ്ണം ഞാൻ കഴിച്ച്, ബാക്കി ഇനി ഉണ്ട് കേട്ടോ. 3-4 മാങ്ങ കൂടി ഇരിപ്പുണ്ട്. എല്ലാം കൂടി ഇടുന്നില്ല, ആവശ്യത്തിന് ഒരു 5-6 മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാം ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2-3 പച്ചമുളക് കീറി, അതും ഒരു 2-3 കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ശർക്കരപ്പാനിയാണ് ഒഴിക്കേണ്ടത്. എൻ്റെ കയ്യിൽ ശർക്കര ഉണ്ടായിരുന്നില്ല വെക്കാൻ നോക്കിയപ്പോൾ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണേ. ഒരു 1.25 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് മാങ്ങ വേവാനുള്ള വെള്ളം മാത്രം മതി. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുക്കുക. ഒരുപാട് ഉടക്കൊന്നും വേണ്ട. ജസ്റ്റ് ആ മാങ്ങയുടെ ഒരു പൾപ്പൊക്കെ ആ വെള്ളത്തിലേക്ക് വന്നിട്ട് നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് വേവാനായിട്ട് വെക്കണം. നല്ലപോലെ മാങ്ങ വെന്ത് വരട്ടെ. അത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂണും കൂടി മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് തൈര് ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം ചേർക്കരുത്. തൈര് ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. ഒരുപാട് പുളിയില്ല, ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഒഴിക്കുക. പുളിയുള്ളതാണെങ്കിൽ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ മാങ്ങ ഇങ്ങനെ അടി പിടിക്കുന്ന, നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തൈര് ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ അരപ്പിട്ടിട്ടതിന് ശേഷം തിളപ്പിക്കരുത്. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം മാത്രം മതിയിട്ട്, ഒരുപാട് ലൂസായി പോകരുത്. അത്യാവശ്യം എന്താ പറയുക, ഒരു കുറുകുറുപ്പില്ലേ, കട്ടിയായിട്ട് തന്നെ പുളിശ്ശേരി ഇരിക്കണം കേട്ടോ. പിന്നെ ചില ആളുകൾ ഇതിൽ നെയ്യ് ചേർക്കാറുണ്ട്. കുട്ടികൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല. ദോശയിലൊക്കെ നെയ്യ് ഓക്കെ, പക്ഷേ കറികളിലൊന്നും നെയ്യിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് ചേർക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിത് വറവിടുന്ന സമയത്തായാലും നമുക്ക് നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ സാധാ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് വറവിടുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ആ ഉലുവ നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഒരു 2 വറ്റൽമുളക് കീറിയതിട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു നുള്ള് മുളക് പൊടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഒരു ഭംഗിയാണല്ലോ, യെല്ലോവും റെഡും കൂടി ആകുമ്പോൾ ഒരു ഭംഗിയാണ്. അതിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത്. നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. കുറച്ച് നേരം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എല്ലാ ഫ്ലേവേഴ്സും ആ മാങ്ങയിലേക്കൊക്കെ പിടിച്ചിട്ട് സെറ്റായി വരട്ടെ കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.